ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. സജ്ജനങ്ങളെ നമസ്കാരം. ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആരംഭമാണ് അല്ലേ? ഏവർക്കും നല്ലൊരു രാമായണ മാസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ രാമായണം തുടങ്ങാം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകത്തോടുകൂടെ ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ 30 ശ്ലോകഃ. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. അല്ലയോ ഭരതവംശജ, ശരീരങ്ങളിൽ വസിക്കുന്ന ശരീരി ആത്മാവ് അവധ്യനാണ് സർവദാ. അതിനാൽ തന്നെ അതോർത്ത് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. വീണ്ടും അർജുനനോട് ദുഃഖിക്കണ്ട എന്ന് പറയുകയാണ് ശ്രീകൃഷ്ണൻ. നാമത്തിലേക്ക് പോകാം. നാമം 474. യശസ്വിനി. യശസ്സിനെ വിശേഷേണയും നിശേഷേണയും സ്വായത്തമാക്കിയിട്ടുള്ളത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ യശസ്വിനി എന്ന് വിശേഷിപ്പിക്കാം. യശസ് എന്നാൽ വിശിഷ്ടമായത്, പ്രശസ്തമായത്, ഉജ്ജ്വലമാക്കപ്പെട്ടത്, മോഹനമായത്, സൗന്ദര്യമുള്ളത്, ധനം, പ്രകാശം, മംഗളം, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് കേട്ടോ. ഏതൊരു ശക്തിക്കാണോ യശസ്സുള്ളത്, ഏതൊരുവളാണോ യശസ് പ്രദാനം ചെയ്യുന്നത്, അവളെയും യശസ്വിനി എന്ന് പറയാം. ജലമുള്ളവൾ, പ്രകാശമുള്ളവൾ എന്നെല്ലാമുള്ള അർത്ഥതലങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വിശേഷമായിട്ടും നിശേഷമായിട്ടും ഉള്ളത് നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമി എന്ന ഗ്രഹം യശസ്വിനിയാണ്. ജീവജാലങ്ങൾക്ക് ആധാരഭൂതമായിട്ടുള്ള ജലം ഭൂമിയിൽ മാത്രമാണ് ദ്രവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. സൃഷ്ടിയുടെ നാമ്പ് രൂപപ്പെടുന്നതും ജലത്തിലാണ്. നാമാർത്ഥങ്ങൾ അധികപക്ഷവും പ്രപഞ്ചത്തെ ആധാരപ്പെടുത്തിയപ്പോൾ ഈ നാമം ഭൂമിയെ വ്യംഗ്യപ്പെടുത്തുകയാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. ചരാചരങ്ങൾക്ക് സ്വയം സംരക്ഷണവും ഭക്ഷണവുമായി മാറിയിട്ടുള്ള ആ ഭൂമിയെ തന്നെ യശസ്വിനിയായിട്ട് സ്മരിക്കേണ്ടതുണ്ട്. സൃഷ്ടികളിലെ മാതൃപിതൃഭാവങ്ങളുടെ സൗന്ദര്യമായിട്ട് കൂടെ ഇതിനെ വിഭാവനം ചെയ്യാട്ടോ. കുഞ്ഞുങ്ങൾക്ക് സ്വയം ഭക്ഷണവും സംരക്ഷണവുമായിട്ടുള്ള മാതൃഭാവങ്ങൾ മനുഷ്യരിലും മറ്റു ജന്തുക്കളിലുമുണ്ട്. പിന്നൊന്ന്, സിദ്ധികളെയൊക്കെ സ്വായത്തമാക്കിയിട്ടുള്ള ഒരു ആത്മാവ്, കഴിഞ്ഞ നാമം സിദ്ധമാതയായിരുന്നു. അങ്ങനെയുള്ള ഒരു ആത്മാവ് യശസ്വിനാണ് എന്നതാണ്. അവരുടെ ചിട്ടയും സാധനയും അവരെ യശസ്വിന്മാർ ആക്കി മാറ്റുകയാണ് എന്നാണ് താല്പര്യം. കാരണം തൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരുന്നയാള്, അതാണ് പ്രകർഷേണ സിദ്ധമെന്ന് നാം പ്രസിദ്ധിയിൽ പറഞ്ഞത്. ആത്മാവുമായിട്ട് ചേർന്ന ആ സിദ്ധിയെ നന്മയിലേക്ക് വിനിയോഗിക്കുമ്പോൾ അയാൾ യശസ്വിയായി തീർന്നു. വാസ്തവത്തിൽ അതൊരു പട്ടമാണ്. ആ പട്ടം നാം ആ വ്യക്തിക്ക് ചാർത്തി കൊടുക്കുകയാണ്. പട്ടം എന്നുള്ള അംഗീകാരം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ നാമങ്ങളൊക്കെ വെറും ബാഹ്യമായിട്ടുള്ള സംബോധനകളിലല്ല, മറിച്ച് കർമ്മഫലങ്ങളിലാണ് അധിഷ്ഠിതം എന്ന് മനസ്സിലാക്കാം. പ്രവൃത്തികൾ ശ്രേഷ്ഠമാകുമ്പോൾ അത് അംഗീകരിക്കപ്പെടും, അല്ലെ, ആദരിക്കപ്പെടും. അതിൻ്റെ ഒരു ഭാവമായിട്ട് കൂടെ യശസ്വിനിയെ പ്രകീർത്തിക്കാം നമുക്ക്. ഇഡാ പിംഗല സുഷുമ്ന ഗാന്ധാരി ഹസ്തിജിഹ്വ പൂഷ യശസ്വിനി അലംബുഷ കുഹു ശംഖിനി എന്നിങ്ങനെയുള്ള പ്രാണവാഹികളായ 10 നാഡികളെ പറ്റി യോഗോപനിഷത്തുക്കളിൽ പ്രസ്താവിക്കുന്നുണ്ട്. ശാണ്ഡില്യോപനിഷത്ത് പ്രകാരം 14 നാഡികൾ. അന്നേരം സരസ്വതി, വാരുണി, വിശ്വോദരി, പയസ്വിനി എന്നിവ കൂടെ ചേരും. അതിൽ ഇടത്തെ ചെവിയിലുള്ള നാഡിയുടെ നാമം യശസ്വിനി എന്നാണ്. വലത്തെ ചെവിയിൽ പൂഷയാണ്. ശ്രവണത്തെ ഭദ്രമാക്കുക എന്നതാണ് ആ നാഡികളുടെ എല്ലാം കർത്തവ്യം. ഭദ്രമാകുന്നത് ജീവിച്ചിരിപ്പോളം നല്ലത് കേട്ടുകൊണ്ടാണ്, നന്മ കേട്ടുകൊണ്ടാണ്. അവിടെ തിന്മ എന്നത് അടുത്തുകൂടെ പോലും പോകുന്നില്ല. യശസ്വിനി ഭജനയിലൂടെ അത് അനായാസം സാധിക്കുന്നു എന്നാണ് മതം. നമുക്കിതിൻ്റെ കഥ കൂടെ നോക്കാം. ഭണ്ഡാസുരനുമായിട്ടുള്ള യുദ്ധസമയത്ത് ദേവസൈന്യം പരാജയം രുചിച്ചു തുടങ്ങിയിരുന്നു. അന്നേരം ആദിപരാശക്തി സൃഷ്ടിച്ച ദേവതയാണ് യശസ്വിനി.
സിംഹാരൂഢയായ ആ ദേവി ഭണ്ഡസൈന്യത്തിൽ നാശം വിതച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പരിഭ്രാന്തനാകാത്ത ഭണ്ഡൻ ഹയഗ്രീവൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ തുടങ്ങിയ പഴയ അസുരന്മാരെയൊക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു. ഈ അസുരന്മാരെ തന്റെ യോഗശക്തി കൊണ്ട് സൃഷ്ടിച്ച് ദേവീസൈന്യങ്ങളോട് അടരാടുവാനാണ് ഭണ്ഡൻ അയച്ചത്. കാരണം ഭണ്ഡൻ അത്രയും ശക്തി ഉണ്ടായിരുന്നു. അന്നേരമാണ് പരാശക്തിയുടെ നഖങ്ങളിൽ നിന്ന് നാരായണന്റെ ദശാവതാരങ്ങൾ പിറവികൊള്ളുന്നത്. ഇവരെയെല്ലാം യുദ്ധത്തിനായിട്ട് സജ്ജയാക്കിയത് യശസ്വിനിയായിരുന്നു. കാരണം അവതാരങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതകാലങ്ങളും അതുപോലെ തന്നെ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതിനൊരു ജനനീയം ആവശ്യമാണ്. ജനകൻ ശിവമാണ്. അതെല്ലാം നിർവഹിച്ചത് യശസ്വിനി പ്രാഭവമാണ്. അങ്ങനെ വിശ്വത്തിന് മംഗളം നൽകിയ, നാരായണന് വൈശിഷ്ട്യം നൽകിയ ദേവി പ്രഭാവമായിട്ട് യശസ്വിനി പ്രകീർത്തിക്കപ്പെട്ടു. കരാങ്കുലിനോത്പന്ന നാരായണ ശാകൃതി എന്ന നാമത്തിൽ കൂടെ നമ്മൾ യശസ്വിനിയെ പരാമർശിച്ചിരുന്നു കേട്ടോ. അതുകൂടെ ഒന്ന് ഓർമ്മിച്ചോളൂ. നാം അവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത യശസ്സായിരിക്കണം. എങ്ങനെയുള്ള യശസ്സാണ്? നന്മ ചെയ്യുകയും നന്മ കേൾക്കുകയും ചെയ്യുന്നതിലൂടെയുള്ള യശസ്. അങ്ങനെയുള്ള യശസ് അറിഞ്ഞുകൊണ്ടായിരിക്കട്ടെ നാമത്തിന് പൂർത്തി ഉണ്ടാകുന്നത്. നമസ്കാര ശബ്ദം. ഓം യശസ്വിനേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.